സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹജ്ജ് തീർത്ഥാടകർക്കായി കരിപ്പൂർ, കണ്ണൂർ, കൊച്ചി എന്നിങ്ങനെ 3 എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്ര ശനിയാഴ്ച ആരംഭിക്കാനിരിക്കെ എംബാർക്കേഷൻ പോയിന്റുകളിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു. കരിപ്പൂരിൽ നിന്ന് മെയ് 10 ശനിയാഴ്ച പുലർച്ചെ 1:10-നും കണ്ണൂരിൽ നിന്ന് ഞായർ പുലർച്ചെ 4-നും ആദ്യ വിമാനങ്ങൾ പുറപ്പെടും. കരിപ്പൂരിൽ നിന്ന് 173 പേരും കണ്ണൂരിൽ നിന്ന് 171 പേർ വീതവുമാണ് ഓരോ വിമാനങ്ങളിലും പുറപ്പെടുക. കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനവും അതിൻ്റെ കൂട്ടത്തിൽ കണ്ണൂർ ഹജ്ജ് ഹൗസിൻ്റെ ശിലാസ്ഥാപനവും കൂടി 9-ാം തീയതി ഉച്ചക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സംസ്ഥാന തല ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം അവിടെ വെച്ചായിരിക്കും. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹജ്ജ് തീർത്ഥാടകരെ ബാധിക്കില്ലെന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രത്യേക സാഹചര്യം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് യാതൊരു ഭീഷണിയുമില്ല. അതേസമയം ഏത് സാഹചര്യത്തെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടവരാണല്ലോ. പ്രത്യേക വല്ല സാഹചര്യവും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. കരിപ്പൂർ, കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും കൊച്ചിയിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുക. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.